അങ്ങനെ വേണം ഒരു ദിനത്തെ തുടങ്ങാൻ. അതാണ്. അപ്പോൾ രാവിലെ കണി കാണുന്നത് ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് അദ്ദേഹം സംശയം ചോദിച്ചപ്പോൾ ആ സ്വാധീനത്തിൻ്റെ അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതായത് നെഗറ്റീവായി നിൽക്കുന്ന അവസ്ഥകൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡുകളിൽ വെക്കാതിരിക്കുക. ഇപ്പം തന്നെ അതിൻ്റെ അടിയിൽ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. മരിച്ചയാക്കടെ ഫോട്ടോ വെക്കാവോ, ഭദ്രകാളി അമ്മയുടെ ഫോട്ടോ വെക്കാവോ, അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ കമൻറ്റ് വരാറുണ്ട്. നമസ്കാരം, കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. നമ്മൾ വിഷുവിന് കണി കാണാറുണ്ട് അല്ലേ? മേടമാസം 1-ാം തീയതി വിഷു ദിവസം മറ്റൊരു വർഷാരംഭത്തിൻ്റെ സങ്കല്പത്തിൽ നമ്മൾ കണി കാണാറുണ്ട്. അന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ വിഗ്രഹമൊക്കെ വെച്ച് പച്ചക്കറിയൊക്കെ കണ്ട് നമ്മൾ കണ്ണൊക്കെ പൊത്തി ഒന്ന് കണി കാണും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ. എനിക്ക് പലപ്പോഴും ഞാൻ രാവിലെ കണി കാണുന്നതനുസരിച്ച് എൻ്റെ ദിവസങ്ങളിൽ എനിക്ക് പല വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. ശരിക്കും ഞാൻ കാണേണ്ടത് എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ പണ്ടൊരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ മേടത്തിൽ വിഷുവിന് ഒരു ദിവസം നമ്മൾ കണി കാണുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും പുലർച്ചെ നമ്മൾ കണിയിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ദിനത്തിലെ ഒരു ആരംഭ ദിവസമാണ്. ഇന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഈ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് അവസാനിക്കുന്നിടം വരെ ഒരു ദിവസം തുടങ്ങി അവസാനിപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന ഒരുപാട് നന്മഫലങ്ങളും ഉണ്ട്, ഒരുപാട് തിന്മഫലങ്ങളും ഉണ്ട്. അപ്പോൾ അത് ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് വിശ്വാസികൾക്ക് കണി കാണലുണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നോട് അങ്ങനെ ഒരു സംശയം മെസ്സേജിലൂടെ ചോദിച്ചപ്പോൾ അതിന് ഉത്തരം വീഡിയോ ആയിട്ട് പറയാം എന്ന് നിശ്ചയിച്ചത്. കാരണം നമ്മൾ കിടക്കുന്ന എണീക്കുമ്പോൾ മുമ്പിൽ കാണുന്ന ചിത്രങ്ങൾ വരെ ഒരു മൃഗത്തിനോ ഒരു മൃഗത്തിനോ മനുഷ്യനോ നോവിക്കുന്ന ചിത്രങ്ങൾ, മുറിവ് പറ്റുന്ന ചിത്രങ്ങൾ, അതുപോലെ തന്നെ ആയുധശാലകൾ, അല്ലെങ്കിൽ സഞ്ചരിക്കാത്ത നദികൾ, അങ്ങനെ പറയുന്ന സാധനങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നതും, അല്ലെങ്കിൽ അലങ്കോലമായി കിടക്കുന്ന മുറികൾ കാണുക, അല്ലെങ്കിൽ എന്താ പറയണേ വൃത്തികേടായി നിൽക്കുന്ന ഡൈനിങ് ടേബിൾ കാണുക, അരച്ചാൽ വൃത്തിയാക്കാത്ത ഇത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാത്രിയും കിടക്കുന്നതിനും എണീക്കുന്നതിനും ഒക്കെ മുമ്പ് നമ്മുടെ സ്വന്തത സഹചാരിയായി ഇപ്പം നമ്മളൊരു പ്രസവിച്ച ട്വിൻ ബ്രദറെ പോലെ കൊണ്ട് നടക്കുന്ന മൊബൈൽ ഫോണും കാണുന്നത് ദുരിതമാണ്. ആദ്യത്തെ കണി കാണൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ കണി കാണുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസത്തിൻ്റെ തുടക്കം. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ശക്തി നൽകുന്നത് ഈശ്വര സാന്നിധ്യമാണെങ്കിൽ, ആ ഈശ്വര സാന്നിധ്യത്തിലൂടെ നമ്മൾ ജപിക്കുന്ന നാമജപാദികളും ദർശനങ്ങളും പ്രാർത്ഥനയുമാണ് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരുന്നതെങ്കിൽ, നമ്മളെ ആ ഭാഗ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ കരങ്ങൾക്ക് ശക്തി നൽകുന്നത് ഒരു ഈശ്വരീയ സങ്കല്പമാണ്. ഏറ്റവും നല്ല കാഴ്ചകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, മനസ്സുകൊണ്ട് പരദേവതവരെ പ്രാർത്ഥിക്കുക. കണ്ണടച്ച് നമ്മൾ എണീക്കുന്ന സമയത്ത് ആ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കുലദേവതയെ, അല്ലെ പരദേവതയെ, നമ്മുടെ ദേശാധിപത്യമുള്ള ഈശ്വരന്മാരെ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ, അല്ലെങ്കിൽ ഏറ്റുമാനൂരപ്പനെ, ആ ഈശ്വരൻ അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ, അല്ലെങ്കിൽ ആ ശ്രീരാമചന്ദ്രൻ, ആരായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കുക. കണ്ണ് തുറക്കുന്നതിന് മുമ്പ്, ഭഗവാനെ ഇന്നത്തെ ദിവസത്തെ ശുഭത്വത്തിനു വേണ്ടി അങ്ങയുടെ അനുഗ്രഹകല എന്നെ വേണം. അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് കണ്ണ് തുറക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മൾക്ക് ഉത്തേജനം നൽകുന്ന, ഓരോ പ്രവൃത്തിയും നമുക്ക് ശക്തി നൽകുന്ന, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന നമ്മുടെ കൈവിരലുകൾ, കൈയാണ് നമ്മുടെ കൈപ്പത്തിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കൈകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. നമ്മുടെ കൈകളിൽ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേതു സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാത കരദർശനം. രാവിലെ ഇങ്ങനെ കയ്യിലേക്ക് നോക്കിയിട്ട് അതൊക്കെ ജപിച്ച് ആ സരസ്വതിയും ഗോവിന്ദനും ആ ഭഗവതിയും എല്ലാം കൂടി നിൽക്കുന്ന കയ്യിൽ, ശ്രീത്വം തിളങ്ങുന്ന കൈകൾ, ഈ കൈകൾ കൊണ്ട് ഇന്ന് നന്മ ചെയ്യാറാകട്ടെ, ഈ കൈകൾ കൊണ്ട് ചെയ്യുന്ന നന്മകൾ ഒരു സമൂഹത്തിന് ഗുണകരമാകട്ടെ, ഈ കൈകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നന്മ വരട്ടെ. അങ്ങനെയുള്ള പ്രാർത്ഥനയോട് ഈശ്വരന്മാരുടെ
പൂർണ്ണ സങ്കല്പം നിറഞ്ഞ പ്രാർത്ഥനയോടെ ഈ കയ്യേലേക്ക് നോക്കി ഭഗവാന്മാരെയൊക്കെ സ്മരിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം എല്ലാ ദിവസവും കണി കാണുമ്പോൾ നമ്മൾ ആരെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കൈകളിലുള്ള നമ്മളിൽ തന്നെ നമ്മൾ പറയണത് എന്താ, നമ്മൾ തന്നെ ഈശ്വരാംശമാണ്. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനകത്തിരിക്കുന്ന ജീവനെ ഈശ്വര സങ്കല്പത്തെ കണ്ടിട്ടാണ് നമ്മൾ മറ്റൊരാളെ കാണുമ്പം നമസ്തേ നമ്മൾ തൊഴുത് കാണിക്കുന്ന ആ ഈശ്വരനെയാണ് തൊഴുന്നത്. ഓരോ വ്യക്തികളെയും ഈശ്വരൻ്റെ സ്വരൂപമായി കാണണം, അവരെ ഈശ്വരനായി കണ്ട് പെരുമാറണം, ഈശ്വരന്മാരായിട്ട് സംസാരിക്കണം. അങ്ങനെയാണ് അല്ലാണ്ട് നമ്മളൊരു വ്യക്തികളെ പാപികളായി കാണാനല്ല പറയണേ. എല്ലാ വ്യക്തികളെയും ഈശ്വരന്മാർക്ക് തുല്യമാണ്, ഈശ്വരന് തുല്യമായി ഈശ്വരനായിട്ടെന്നുള്ള ഈശ്വര അനുഗ്രഹമുള്ള വ്യക്തികളായി, അല്ലെങ്കിൽ ഈശ്വരം സംരക്ഷിക്കുന്ന വ്യക്തികളായി അവരെ ആ ഈശ്വര സ്നേഹത്തിൽ തന്നെ കാണണം. അതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ നമ്മുടെ ഇതം ശരീരം ക്ഷേത്രം കൊന്ന് ശരീരമാകുന്ന ക്ഷേത്രത്തിലെ ഈശ്വരന്മാരുടെ സങ്കല്പത്തിൽ നമ്മുടെ കൈകളിലിരിക്കുന്ന കരത്തിലിരിക്കുന്ന ഈശ്വരന്മാരെ, ഈ കൈകൾ കൊണ്ടുള്ള പ്രവർത്തനമാണ് ജീവിതത്തിൽ എല്ലാ വിജയവും നൽകുന്നത്. ആ സങ്കല്പത്തിൽ അവിടെ നോക്കിയിട്ട് ഒന്ന് ജപിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അതിൽ തന്നെ നോക്കി സങ്കല്പമാകുന്ന കൈകളാകുന്ന ശ്രീകോവിൽ എല്ലാ ദേവീദേവന്മാരെയും കണ്ട് തൊഴുത് എന്നിട്ട് വലതുവശം തിരിഞ്ഞ് ഭൂമിദേവിയെ തൊട്ട് തലയിൽ വെച്ച് സമുദ്രേ വസതേ ലക്ഷ്മി എന്ന് പറയുന്ന ആ നാമൊക്കെ ഒന്നും വേണ്ട, അതൊന്നും ജപിച്ചില്ലെങ്കിൽ കൊള്ള എൻ്റെ ഭൂമിദേവിയെ തൊട്ട് തലയിൽ വെക്കുക. കാരണം നമ്മുടെ സ്റ്റാറ്റിക്കിനെ നമ്മുടെ ശരീരത്തുള്ള ഈ സ്റ്റാറ്റിക്കായി നിൽക്കുന്ന എനർജികളൊക്കെ ഭൂമിയിലേക്ക് പെട്ടെന്ന് എർത്തായി പോകുമ്പം ആദ്യം കൈകൊണ്ടൊന്ന് തൊട്ടിട്ട് അത് എർത്താക്കുക എന്നുള്ള സങ്കല്പം കൂടെ ഉണ്ട്, ഭൗമോർജ്ജം ആകിരണം ചെയ്യാൻ. തൊട്ട് തലയിലൊക്കെ വെച്ച് ഭഗവതിയുടെ ഭൂമിദേവിയുടെ അനുഗ്രഹം മേടിച്ച കാൽപാദം വെച്ച് അങ്ങനെ വേണം ഒരു ദിനത്തെ തുടങ്ങാൻ. അതാണ്. അപ്പോൾ രാവിലെ കണി കാണുന്നത് ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് അദ്ദേഹം സംശയം ചോദിച്ചപ്പോൾ ആ സ്വാധീനത്തിൻ്റെ അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതായത് നെഗറ്റീവായി നിൽക്കുന്ന അവസ്ഥകൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡുകളിൽ വെക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം തന്നെ അതിൻ്റെ അടിയിൽ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്, മരിച്ചയാക്കടെ ഫോട്ടോ വെക്കാവോ, ഭദ്രകാളി അമ്മയുടെ ഫോട്ടോ വെക്കാവോ, അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ കമൻറ്റ് വരാറുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെ നമുക്ക് അച്ഛനെ ഇഷ്ടമാണ്, അച്ഛൻ എനിക്ക് എനർജിയാണ്, അല്ല എൻ്റെ മുത്തശ്ശൻ എൻ്റെ ഈശ്വരനാണ്, ആ മുത്തശ്ശനെ ദർശിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ ആ മുത്തശ്ശനെ കണ്ടോളൂ, ഒരു വിരോധവുമില്ല. നമ്മുടെ മനസ്സിനകത്തെ സ്വാധീനം തന്നെയാണത്. മനസ്സിലാവുന്നുണ്ടോ? അത് മുത്തശ്ശൻ മരിച്ചു ഇനി അയാൾ കൊള്ളില്ല, അല്ലെ അച്ഛൻ മരിച്ചു അയാൾ ഇനി ഫോട്ടോ വെക്കാൻ പോലും കൊള്ളില്ല, അങ്ങനെ പറയുന്ന അല്പധാരണ ഒന്നുമല്ല. അച്ഛൻ്റെ ഫോട്ടോ കണ്ടാൽ എൻ്റെ ജീവിതം നന്നാകും, അച്ഛൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്, ആ ആത്മാവിൻ്റെ ശക്തി ഉണ്ടെന്ന് ഇരിക്കുന്ന ഒരു മകൻ ആ അച്ഛൻ്റെ ഫോട്ടോ കണ്ടാൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ചിന്താഗതികളാണ് വക്രീകരിക്കപ്പെടുന്ന വിചാരങ്ങൾ. ആചാരങ്ങളിൽ അനാചാരം ഉണ്ടെന്ന് പണ്ട് ശങ്കരാചാര്യ പറഞ്ഞ പോലെ ചിന്താഗതികൾ എങ്ങനെയാണോ നമ്മളെ സ്വാധീനിക്കുന്നത് അതാണ് നമ്മുടെ എനർജി. അപ്പോൾ അതുകൊണ്ട് നല്ല കാഴ്ചകൾ കാണുക, കൈകളിൽ ഈശ്വരന്മാരെ കാണുക, പരദേവതമാരെ പ്രാർത്ഥിച്ച് അന്ന് ദിവസം തുടങ്ങുക. മനസ്സുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് കണ്ടുകൊണ്ട് കൈകളിൽ ഈശ്വരന്മാരെ കണ്ട് ഭൂമിദേവിയുടെ അനുഗ്രഹത്തോടുകൂടി അന്നത്തെ ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അന്നത്തെ ദിവസം ശുഭത്വമാകുന്നു. അങ്ങനെ ചിന്തിച്ചു കൊടുക്കുക. നമസ്കാരം. ഗോവിന്ദം പുരി.